ഇത് കണ്ട ഇത് വെരിഗേറ്റഡ് പേരമരമാണ്. പേരക്കൻ്റെ ഇലയിൽ വെള്ള എന്താ ഇതിന് പാകമായിട്ടുണ്ട്. 2 പേരക്ക. ഇതിൻ്റെ വേറെ ഉണ്ട്. ഒന്ന് അവിടെ ഉണ്ട്. ഇവിടെ 2 പൂക്കളുണ്ട്. ചെറുത് തീമണ്ട പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ എപ്പോഴും ഇതിമ പേരൊക്കെ ഉണ്ടാവും. നല്ല ഉള്ളു ചുവപ്പുള്ള നല്ല പേരയാണ്. നമ്മൾ എടുക്കുക, തുടക്കുക, ഞാൻ കഴിക്കാം. അല്ല ഉള്ളു നല്ല ചുവപ്പുണ്ട്, മധുരമുണ്ട്, നല്ല പേരൊക്കെയാണ്. നല്ല ടേസ്റ്റുണ്ട്. വെരിഗേറ്റഡ് പേരാന്നാണ് ഇതിൻ്റെ പേര്. എപ്പോഴും ഉണ്ടാകും കായ്കളൊക്കെ. ഒരു മിറാക്കിൾ ഫ്രൂട്ടിന് മരമാണ്. ഇത് 1-2 കായ് കായ്ച്ചിട്ടുള്ളൂ. നിറയെ പൂവുണ്ട്. ഉണ്ടാവില്ല, കായ് ഉണ്ടാവില്ല. ഇതിൻ്റെ കാന്താരി നിറയെ പൊയ്ത്തിട്ടുണ്ട്. കാന്താരി ഉള്ളണം. ഇഷ്ടംപോലെ കാന്താരി ആയിക്കണം. അപ്പം അത്രയേ ഉള്ളൂ. പേരക്ക നല്ല മധുരമുണ്ട്, നല്ല ഉള്ളു ചുവപ്പുള്ള പേരക്ക. അപ്പം തന്നെ പറിച്ച് തിന്നു. അഞ്ഞുണ്ട്. 1-2 കൂടി ഉണ്ട് പഴുത്തത്. അതും കൂടി പറിക്കാം. നമ്മൾ കണ്ടിട്ടില്ലല്ലോ. വേണ്ട, ഇതിനെക്കാട്ടും നല്ല പഴുത്തിട്ടുണ്ട്. ഒന്നുകൂടെ 3 പേരൊക്കെ പഴുത്ത കിട്ടി. ഇനിയുണ്ട് ഇഷ്ടം പോലെ കായും പൂവൊക്കെ ഉണ്ടാവണം. വെരിഗേറ്റഡ് പേര. എല്ലാവരും ഒരു ഫ്രൂട്ട്സും തൈയൊക്കെ വെച്ച് നടണമെന്ന് നമ്മളെ പറമ്പിൽ നിന്ന് തന്നെ ഫ്രൂട്ട്സൊക്കെ എടുത്ത് കഴിക്കാം. ഇതിൻ്റെ ഇലകൾ കണ്ട ചെടീനെ പോലെ നല്ല ഭംഗിയാണ് കാണാൻ. ഇതാണ് വെരിഗേറ്റഡ് പേര. ഇതേപോലത്തെ പിന്നെ കായ്കളുമാണ് ഇതിലുള്ളത്. പേരക്കയും ഇതേപോലെ കളറിൽ 2 കളറിലൊക്കെ ഉണ്ടാവില്ല. ഇന്നിപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കിട്ടിയത്. പേരക്ക, കറിവേപ്പിൻ്റെ, പപ്പായ. ഇപ്പം മഴ പോയാൽ ഇങ്ങനെ ഓരോന്ന് തൊടിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. കുറേശ്ശൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഫ്രൂട്ട്സ് ആയിട്ടും വെജിറ്റബിൾസ് ആയിട്ടൊക്കെ വീട്ടാവശ്യത്തിനുള്ളത് കിട്ടും.